ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്ന വിഷയം വേറൊന്നുമല്ല, നമ്മുടെ ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ചാണ്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ മുടിക്ക് നീളം വെക്കണമെന്നും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അതൊരു തരംഗമാണ് സ്ത്രീകൾക്കിടയിൽ. നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇപ്പോൾ നമ്മളൊരു 3-4-5 വർഷമായിട്ട് ഇതിൻ്റെ കൂടുതൽ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി വെച്ച ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ രേണു സുധി വെച്ചിട്ടുണ്ട്. അതുപോലെ എന്താ അവരെ ഭംഗി ഫേസ് നല്ല ഭംഗി വെച്ചു. അത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒരു സ്ത്രീയുടെ ഫേസ് കട്ടേ അങ്ങ് മാറും ഒരു മുടിക്ക് നീളം ഉണ്ടെങ്കിൽ. കാരണം എൻ്റെ മുടിയൊക്കെ നല്ല നീളമുള്ളായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. കാരണം നമ്മൾ പുറത്ത് അബ്രോഡ് ജീവിച്ചതുകൊണ്ട് അവിടുത്തെ വെള്ളം യൂസ് ചെയ്യുന്നു. പിന്നെ ഞാനൊരു തൈറോയ്ഡ് പേഷ്യൻ്റാണ്. അന്നേരം എൻ്റെ മുടി ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അന്നേരം നിങ്ങൾക്ക് പറയാതെ അറിയാമല്ലോ ഈ തൈറോയ്ഡ് പേഷ്യൻ്റൊക്കെ എങ്ങനെയാണ് മുടി പൊഴിയുന്നതെന്ന്. പിന്നെ എനിക്ക് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്താൽ മുടി ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ എന്താ പറയുക, ഈ ബ്രസ്ലിയും കരാട്ടിയും അങ്ങനെ പല പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടാണ് എൻ്റെ മുടി ഇതേ ഇപ്പോൾ എലിവാല് പോലെ ആയത്. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി ഇങ്ങനെ മുടിക്കൊന്ന് നീട്ടം വെച്ചാലോ എന്ന് വെച്ച് ഞാൻ നമ്മുടെ കൊച്ചിയിലുള്ള മിക്ക ഹെയർ എക്സ്റ്റൻഷൻ അങ്ങനെയുള്ള ഷോപ്പുകളിൽ വിളിച്ച് പലയിടത്തും ഞാൻ ചോദിച്ചപ്പോഴൊക്കെ പല ആൾക്കാരും പല പല എമൗണ്ടുകളാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ പ്രശസ്തമായ ഒരു സ്ഥലത്ത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പം അവർ എന്നോട് പറഞ്ഞത് 50,000 രൂപയാണ് ഈ 18 ഇഞ്ച് 20 ഇഞ്ച് മുടി ഇറക്കുന്നതിന്. അന്നേരം അന്ന് ആലോചിച്ച് ഇതെന്താ ഇത്രയൊക്കെ രൂപ, മനുഷ്യൻ്റെ ഹെയർ തന്നെയാണോ എന്നൊക്കെ എനിക്ക് ചെറിയ ഡൗട്ട് വന്നു. നമ്മൾ മനുഷ്യരെ നമുക്ക് എന്തായാലും എല്ലാത്തിനും ഡൗട്ട് വരുമല്ലോ. അന്നേരം ഇത്രയും മുടികൾ എവിടുന്നാന്നൊക്കെ ചിന്തിച്ചു പോയി. കാരണം വേറെ ആരും ഒരിക്കലും ഒരു സ്ത്രീ സ്വന്തം മുടി വെട്ടി നാട്ടുകാർക്ക് കൊടുക്കാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അന്നേരം ഈ മുടിയൊക്കെ എവിടുന്നാന്നൊക്കെ ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ എനിക്കും വന്നുള്ള സത്യം പറയാമല്ലോ. ഇതെങ്ങനെ വരുന്നതാണ്, ഇനിയിപ്പം ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതാണോ, അതിനിപ്പോൾ ഇന്ത്യക്ക് അകത്ത് തന്നെ ഇതിൻ്റെ കമ്പനികൾ വേറെ എന്തെങ്കിലും രീതികളുണ്ടോ എന്നൊക്കെ പല സംശയങ്ങളും എനിക്കും നിങ്ങളെപ്പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ടുള്ള സത്യം പറയാമല്ലോ. അപ്പം ഞാൻ ചോദിച്ചെടുത്തൊക്കെ പറഞ്ഞത് ഇത് മനുഷ്യൻ്റെ ഹെയർ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് സ്ട്രെയിറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ കരാട്ടോ കളറൊക്കെ ചെയ്യാം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഈ മുടിയിലും ചെയ്യാം. പക്ഷെ മുടി കിളിക്കില്ല, പക്ഷെ നമ്മുടെ മുടിയെ കിളിക്കൂ. എന്നിട്ട് ചിലവർ LW അങ്ങനെ എന്തൊക്കെയോ ഇതിന് പേര് പറയും. പിന്നെ ക്ലിപ്പ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇൻവിസിബിൾ, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഈ ഒരു മുടിക്ക് വേണ്ടി പല രീതിയിൽ ഈ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓരോ നീളത്തിനനുസരിച്ച്. പിന്നെ നമ്മുടെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിവിടെ നമ്മുടെ ഇവിടെ പല ഹോട്ടലുകളിൽ ഈ ബുക്ക് ചെയ്ത് എടുത്തിട്ട് നമുക്ക് അവർ 5,000-8,000 രൂപയ്ക്കൊക്കെ 20 ഇഞ്ച് ലെന്തിലൊക്കെ നമുക്ക് തരുന്നു. പക്ഷെ അതെനിക്ക് പൂർണ്ണമായിട്ടും അത് വിശ്വാസമാവുന്നില്ല. കാരണം ഇത്രയൊക്കെ എമൗണ്ടാണ് ഇതിനുള്ള. പക്ഷേ ഇവർക്ക് മാത്രം ഈ 12,000-ത്തിനൊക്കെ ഇവർ കൊടുക്കുന്നത് ചെറിയ അതും ഒരു ഡൗട്ടുണ്ട്. എനിവേ എന്തിനാണ് നിങ്ങൾക്കിത് വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പോയി ഒരു മുടി ഇങ്ങനെ നമുക്കൊരു ഇവിടെ ഇഷ്ടം പോലെ കൊച്ചിയിലുണ്ട്. അവിടെ എവിടെയെങ്കിലും പോയി നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു കൊച്ചിക്ക് പുറത്താണെങ്കിൽ നമുക്കിത് ഫോൺ ചെയ്ത് അവർ പറയും എവിടെയാണ് ആ സ്ഥലമെന്ന് പറയാം. അവിടെ പോയി കണ്ട് അറിഞ്ഞ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ തിരക്കിന് ശേഷം മാത്രം പോയി വെക്കുക. അല്ലാതെ ഓടിപ്പോയി വല്ലതും പറയുന്നത് കേട്ടോണ്ട് ഓടിപ്പോയി വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ ഉള്ള മുടിയും കൂടെ 8ൻ്റെ പണി കിട്ടുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ. പലയിടത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ പല പെണ്ണുങ്ങൾ പോയി ചെയ്യും നീളത്തിലെന്തോ വെക്കുന്നത്, അതിന് എന്തോ ഒരു പേര് പറയുന്നുണ്ട്, അതെനിക്ക് കറക്റ്റല്ല. അത് വെച്ചിട്ടെന്തോ പണി കിട്ടിയ പല ആൾക്കാരുടെ വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം എല്ലാവരോടും സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട, അത്രേ ഉള്ളൂ. ഇപ്പം സ്ത്രീകൾക്ക് പൊതുവേ മുടി വെക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളതാണ്. എനിക്കും ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞാൻ പലയിടത്തും പോയി തിരക്കിയത്. അന്നേരം എല്ലാവരും ആലോചിക്കുക, നമുക്കിത് കറക്റ്റാണോ, സൂട്ടാണോ, നമ്മളുടെ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇതൊരു അഫോർഡബിളായ പ്രൈസ് അല്ല, ഉറപ്പായിട്ടും പറയാം. ഇത് വലിയ വലിയ ലെവലിൽ നിൽക്കുന്ന സ്ത്രീകളാണ് പൊതുവെ ഇങ്ങനെ വെക്കുകയും ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ സാധാരണപ്പെട്ട സ്ത്രീകളാണ്, നമുക്കൊന്നും ഇത്ര ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 6 മന്തോ 4 മന്തോ അങ്ങനെ കഴിയുമ്പോൾ ഇത് വീണ്ടും നമ്മളിതെല്ലാം നമ്മുടെ മുടി വളരുന്നതനുസരിച്ച് ഇത് കീപ്പോട്ട് ഇറങ്ങും. അത് നമ്മളിത് വീണ്ടും ചെന്ന് ഇത് റിപ്പയർ ചെയ്തിട്ട് വീണ്ടും പഴയതുപോലെ സെറ്റാകും. അതിനും ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അപ്പോഴും ചിലവാകും. അന്നേരം ഈ ഒരു 10-30,000 നമ്മുടെ മുടി എത്രത്തോളം ലെന്ത്, നമുക്ക് കുറച്ച് ലെന്ത് മതി, കുറച്ച് എമൗണ്ട്, അങ്ങനെ ലെന്ത് കൂടും തോറുമാണ് ഇതിൻ്റെ പ്രൈസ് കൂടി വരുന്നത്. അന്നേരം നമ്മളെപ്പോഴും ആലോചിക്കുക, ഇത് നമുക്ക് അത്യാവശ്യമാണോ, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് മാത്രം ചെയ്യുക. ഈ സീരിയൽ ആർട്ടിസ്റ്റും സിനിമ ആർട്ടിസ്റ്റും ഒക്കെ ചെയ്യുന്നത് ഓക്കെ, അവർക്ക് ഇതൊക്കെ ആവശ്യമാണ്. പിന്നെ നമ്മളെപ്പോലുള്ള വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഇത്രയും രൂപ ചിലവാക്കി ഇത് വെക്കേണ്ട. പിന്നെ വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്കിതിനെ ക്ലിപ്പായിട്ട് മേടിക്കാൻ കിട്ടും.
അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിപ്പ് മാറ്റി നമ്മുടെ വീട്ടിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് ഫിറ്റ് ചെയ്യുക, നമ്മൾ പോകുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മാസം തോറും ഇല്ലെങ്കിൽ ഒരു 3 മാസം കൂടിയിരിക്കും ഇതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യേണ്ട ആൾക്കാർക്ക്, നമുക്ക് സാധാരണക്കാർക്ക് അത് പറ്റത്തില്ല. ആഗ്രഹമുള്ളവർ ഒരു 18 ഇഞ്ചോ 20 ഇഞ്ചിൻ്റെ നീളമുള്ള ഒരു എക്സ്റ്റൻഷൻ മേടിക്കുക, അത് ചെയ്യുക. ഇപ്പം ഞാൻ റീസണിൽ നമ്മൾ ഇവിടെ ഒരു ഓഫർ കണ്ടിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ബുക്ക് ചെയ്തു, 500 കൊടുത്ത് ഞാൻ ബുക്ക് ചെയ്തു. പക്ഷേ അത് വരുമ്പോൾ അത് ഓഫർ എങ്ങാണ്ടാണ് 18 ഇഞ്ചിന് 4600 4600. അതിൽ ഞാൻ 500 കൊടുത്തിട്ട് ബാക്കി 4100 കൊടുത്താൽ മതി. പക്ഷേ മോനുസിനോട് പറഞ്ഞാൽ മോനുസ് അത് കേൾക്കില്ല, മോനുസിനെ ഓടിച്ചിട്ട് തല്ലും. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് വിളിച്ചാൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വന്നിട്ട് തിരിച്ച് റിട്ടേൺ അയച്ചോളൂ എന്ന് പറഞ്ഞു. നമ്മളത് കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ റിട്ടേൺ അയച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ച് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ എനിക്ക് മുടിക്കൽ എന്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാം, എന്നെക്കൊണ്ട് ഇപ്പോൾ ഉടനെ അത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട്. കാരണം ഞാൻ എല്ലാത്തിനും എൻ്റെ മോനൂസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് കാര്യം വേണമെങ്കിൽ. അതൊരു ഇപ്പോഴും ഇതും കൂടെ ഒരു എനിക്കൊരു ആഗ്രഹം വന്നിട്ട് ഞാൻ അവനോടൊന്ന് പറയുമ്പം അവനത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ചെയ്യണം, എനിക്ക് ആഗ്രഹമുള്ളത് ഞാൻ ചെയ്യും. അത് എത്ര വർഷം കഴിഞ്ഞാലും, ഞാനൊരു 60-70 വയസ്സായാലും എനിക്ക് ഈ ആഗ്രഹം അന്നും ഉണ്ട്, മനസ്സിലുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയി ചെയ്യും, ഉള്ളത് പറയാമല്ലോ. പക്ഷെ ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, ഞാൻ പെൻഡിങ്ങിൽ വെച്ചേക്കും. എനിക്കത് നടക്കാൻ പറ്റുന്ന സമയമാകുമ്പം അത് ദൈവം നടത്തിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ലല്ലോ, ഇല്ലേ? ഇപ്പം നമ്മൾക്കതിന് എനിക്ക് എൻ്റെ മുടി അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ, പക്ഷേ ഇത്തിരി വണ്ണം കുറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് എപ്പോഴും ഞാൻ ഇപ്പോൾ മോനിച്ചോട് പറഞ്ഞു, മോനിച്ചോൻ്റെ മുടി കൊണ്ട് വെട്ടിയാൽ, പണ്ട് ഞാൻ എപ്പോഴും മുടി നീളം കുറച്ചേ വെക്കുള്ളായിരുന്നു. അന്നേരം മോനിച്ച് പറഞ്ഞു വേണ്ട എലിവാല് പോലെ, എലിയുടെ സത്യമല്ലേ അത് നോക്ക്, എലിയുടെ വാല് പോലെയല്ലേ ഇരിക്കുന്നത്, അതുപോലെ ഒരു ഇച്ചിരി മുടിയുണ്ട്, ഇനി അതുകൊണ്ട് വെട്ടിക്കളഞ്ഞിട്ട് ഇരിക്കുന്ന എന്തിനാന്ന് അവൻ വഴക്ക് പറയുന്നുണ്ടോ വെട്ടാതില്ലേ, ഞാൻ കൊണ്ടുപോയി മൊത്തം മുട്ടയടി. എനിക്ക് മുട്ടയടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം, പക്ഷേ അവൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. എനിവേ നിങ്ങൾ എപ്പം ഈ സാധനങ്ങൾ മേടിച്ചാലും നിങ്ങൾ പോയി നോക്കുക. ഇത് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നോക്കിയതിന് ശേഷം, എല്ലാ കാര്യവും ഡീറ്റെയിൽ തിരക്കിയതിന് ശേഷം, നമ്മുടെ തലയ്ക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് ഇത് ഏതാണ് സൂട്ടാവുന്നത് അതൊക്കെ നോക്കിയതിന് ശേഷം സെലക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ട് നമ്മളതിൻ്റെ ദോഷവും ഗുണവും ഒക്കെ ചോദിച്ച് അവരോട് മനസ്സിലാക്കുക ഇതെന്താണ് കാര്യങ്ങളൊക്കെ. അല്ലാതെ ഒരാൾ പറയുന്ന കേട്ടോണ്ട് ഓടിപ്പോയി ഒന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇത് എൻ്റെ അടുത്തൂടാണ് ഞാനിത് പറയുന്നത്, സത്യം പറയാണ്. നമുക്ക് എല്ലാ സ്ത്രീകൾക്കും, പൊതുവേ സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗന്ദര്യം കൂട്ടണമെന്നും അത് ചെയ്യണമെന്നും ഇത് ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം കാണും. അതിൽ എല്ലാവരും ചെയ്യുന്നതിനും ഒരു തെറ്റുമില്ല, എല്ലാവരും ചെയ്യണം. നമുക്ക് ഒരു ജന്മമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ എപ്പോഴും, ഇല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് മൂഡിലിരിക്കുക. നമ്മളെ സ്ത്രീകൾ എത്രത്തോളം ബോധത്തോടെ ഇരിക്കണം കാണുന്നത് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് എല്ലാ സ്ത്രീകളും ഒരുങ്ങി നടക്കുന്നതാണ് ഇഷ്ടം. അപ്പം നിങ്ങളും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം തിരക്കി അന്വേഷിച്ച് മാത്രം എടുത്ത് ചാടുക, അല്ലാതെ എടുത്ത് ചാടരുത്. കാരണം നമ്മുടെ കയ്യിലെ പൈസയാണ് പോകുന്നത്, മനസ്സിലായോ? അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുള്ള കാര്യം. അപ്പം ഹെയർ എക്സ്റ്റൻഷൻ നല്ലതുമാണ് ചീത്തയാണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം അന്വേഷിച്ചിട്ട് വെക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതുകൊണ്ട് ചീത്ത വശമുണ്ടെന്ന് തന്നെ ഞാൻ പറയാം തീർച്ചയായിട്ടും. കാരണം ഈ താരനുള്ള ആൾക്കാരൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം ഈ പശ ഇതും കൂടെ ഇരുന്ന് ശരിക്കും പണി നമുക്ക് കിട്ടും. പിന്നെ എൻ്റെ തലയിൽ പൊതുവെ എനിക്ക് താരണം അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ള വ്യക്തിയാണ്. അതൊരു എനിക്കത് വെച്ചാൽ സൂട്ടാവുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് മറ്റേ ക്ലിപ്പ് എക്സ്റ്റൻഷനാണ് ബെറ്റർ ഓപ്ഷൻ. വെക്കുക, ഊരി വെക്കുക, അല്ലാതെ ഫിക്സ് ചെയ്തൊരു സാധനം വെച്ചുകൊണ്ട് പോയാൽ എന്താകുമെന്ന്. കാരണം എനിക്ക് മുടിയിൽ താരൻ്റെ ചെറിയ ഇഷ്യൂസ് ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് എനിക്കതൊരു പേടി. കാരണം നമ്മുടെ മുടിയും അതുമായിട്ട് ചേർന്ന് ഒട്ടിപ്പോയിട്ട് പിന്നെ എന്തെങ്കിലും മൊത്തത്തിൽ പിടിച്ച് വലിച്ച് പൊട്ടിച്ചെടുക്കേണ്ട. അങ്ങനെ ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. ഒരു സ്ഥലത്തുനിന്ന് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവർ വീഡിയോ എടുത്തിട്ടിരിക്കുന്നതാണ്. അത് അവർക്ക് താരനുണ്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിട്ട് പണി കിട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് അതുകൊണ്ടപ്പോൾ പേടിയായിപ്പോയി. നമുക്കും പണി, നമ്മൾ സാധാരണ ചില സമയത്ത് എപ്പോഴും എൻ്റെ തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അന്നേരം ഈ ചൊറിച്ചിലിൻ്റെ ഇടയ്ക്കെങ്ങാണ് ഇതങ്ങാണോ കയറി ഒട്ടിപ്പിടിച്ച് പിന്നെ ജട പിടിച്ച പോലെ ആയിപ്പോയി എന്ത് ചെയ്യും. ഇപ്പം നമ്മൾ മുടിക്കകത്ത് ജടയും കാര്യങ്ങളൊന്നുമില്ല, അന്നേരം ജട വന്നാൽ എന്ത് ചെയ്യും, അതൊരു പേടി. അപ്പോൾ എല്ലാവരും ആലോചിച്ചിട്ട് ചെയ്യുക, നല്ലതാണ്. നമ്മൾക്ക് കുറച്ചും കൂടെ യങ് ഫീലൊക്കെ വരും. മിക്ക ആൾക്കാരും ഇപ്പോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത്ര ആൾക്കാരെ കണ്ടു. കാരണം പൈസ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പോയി കണ്ണടച്ച് ഓർക്കുമ്പോൾ ചെയ്തിട്ട് വരാം. പക്ഷെ നമ്മളെപ്പോലെ പൈസ ഇല്ലാത്ത ആൾക്കാർ കുറച്ച് വെയിറ്റ് ചെയ്ത് പൈസയൊക്കെ ഒരുമ്പി കയ്യിലൊക്കെ ആക്കി വെച്ചതിന് ശേഷമായിരിക്കും പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് എന്താണോ അതുപോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ഓക്കെ, ബൈ ടാറ്റാ.